ഇപ്പോൾ അധിക തീരുവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുടിൻ അദ്ദേഹം ഈ വർഷാവസാനം ഇന്ത്യയിലേക്ക് വരുമെന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ഓഗസ്റ്റ് 15 നടക്കുമെന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് വരുന്നത്. അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തിമ കരാറിന്റെ ഭാഗമായിട്ടായിരിക്കും കൂടിക്കാഴ്ച. കരാറിൽ പ്രവിശ്യ കൈമാറ്റം ഉൾപ്പെട്ടേക്കാമെന്നും ട്രംപ് പറഞ്ഞു. ഉച്ചകോടിക്ക് മുന്നോടിയായി വെള്ളിയാഴ്ച ചൈനയിലെയും ഇന്ത്യയിലെയും നേതാക്കളുമായി പുടിൻ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. 2021 ജൂണിൽ ജനീവയിൽ വെച്ച് ജോ ബൈഡൻ പുടിനെ സന്ദർശിച്ചതിന് ശേഷം US റഷ്യൻ പ്രസിഡന്റുമാർ തമ്മിലുള്ള ആദ്യ ഉച്ചകോടിയായിരിക്കും അലാസ്കയിലേത്. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, എന്തായാലും ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് അലാസ്ക വേദിയാകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ കൂടിക്കാഴ്ച യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രവിശ്യ കൈമാറ്റത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളതായിരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അല്ലേ? തീർച്ചയായും ജെൽസി, ഈ വെള്ളിയാഴ്ചയാണ് 50 ദിവസത്തിനുള്ളിൽ യുക്രൈനുമായി ഒരു കരാറിലെത്തിയിട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന ട്രംപിന്റെ ആ ഒരു കാലാവധി അവസാനിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഭീഷണിക്ക് പകരം വരുന്നത് ഡീലാണ്. ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിലൂടെ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതിന്റെ സ്ഥലവും അതേപോലെ തന്നെ ഡേറ്റും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുക്രൈൻ യുദ്ധത്തിന് ഒരു അന്ത്യം വരികയാണ് എന്നും രണ്ട് വിഭാഗവും തമ്മിൽ പ്രദേശങ്ങളുടെ കൈമാറ്റം ഉൾപ്പെടുന്ന ഒരു കരാറിലെത്തിയേക്കാം എന്നുമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യം ക്രെംലിൻ കൂടി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അടുത്ത 15-ാം തീയതി പുടിൻ അലാസ്കയിൽ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ക്രെംലിൻ കൂടി സ്ഥിരീകരിക്കുന്നത്. പക്ഷേ യുക്രൈൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് നിർണായകമാണ്. മാത്രവുമല്ല, യൂറോപ്പിനെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയത് നേരത്തെ തന്നെ വലിയ തർക്കങ്ങൾക്ക് കാരണമായിരുന്നു. കാരണം ഈ ഒരു ഡീലിലേക്ക് പോകുമ്പോൾ യൂറോപ്യൻ യൂണിയനും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ വിവിധ രാഷ്ട്രങ്ങൾ ഇതിൽ പങ്കാളികളാണ്. പക്ഷേ ഈ ചർച്ചയിൽ യൂറോപ്പിനെ ഒഴിവാക്കി എന്നുള്ളത് വലിയ തർക്കങ്ങൾക്ക് ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപിന്റെ സാമ്പത്തികമായിട്ടുള്ള ചില നീക്കങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് കൂടി ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് സൗദിയിൽ റഷ്യയുമായി നേരിട്ട് US ചർച്ച നടത്തിയത്. അന്നും യുക്രൈനെയും അതേപോലെ തന്നെ യൂറോപ്പിനെയും ഒഴിവാക്കിയിരുന്നു. അതിനുശേഷം ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിലെത്തി പുടിനെ രഹസ്യമായി കണ്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ട്രംപിന് പുടിൻ നന്ദി പറയുകയും ചെയ്തു. റഷ്യയുടെ മുൻഗണനകളും നിബന്ധനകളും പുടിൻ വിറ്റ്കോഫിനെ അറിയിച്ചു. അതേ ദിവസം തന്നെയാണ് പുടിൻ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. വെടിനിർത്തൽ പദ്ധതിയിലെ ചില നിർദ്ദേശങ്ങളിൽ അന്ന് പുടിൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു. പക്ഷെ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടിയാണ് ട്രംപ് പരമാവധി സമ്മർദ്ദങ്ങൾ പുറത്തിറക്കിയത്. പക്ഷെ ആ സമ്മർദ്ദങ്ങൾക്ക് ഇപ്പോൾ പുടിൻ വഴങ്ങുന്നില്ല. യുക്രൈൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികളാണ് പുടിൻ മുന്നോട്ട് വെക്കുന്നത്. യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ഡൊണസ്ക്, ലുഹാൻസ്ക്, കഴ്സൺ, സപ്പറേഷ്യ തുടങ്ങിയ 4 പ്രദേശങ്ങൾ റഷ്യക്ക് തന്നെ വേണം എന്നാണ് ഒരു ഉപാധി. യുക്രൈന്റെ സൈനിക ശേഷി കുറക്കണമെന്നും യുക്രൈന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സൈനിക സഹായം നിർത്തണമെന്നുമാണ് പുടിൻ പറയുന്ന മറ്റൊരു കാര്യം. റഷ്യക്കെതിരെ ലോകരാജ്യങ്ങളുടെ ഉപരോധം അവസാനിപ്പിക്കണം എന്നും ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ യുക്രൈനും ഒരുപക്ഷെ അമേരിക്കക്കും അംഗീകരിക്കാൻ സാധിക്കാത്തതായിരുന്നു. പക്ഷേ പുടിൻ ചോദിക്കുന്ന 4 പ്രദേശങ്ങളിൽ 2 പ്രദേശങ്ങളെങ്കിലും നൽകി ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ട്രംപ് പുടിന് മുന്നിൽ വെക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ് എന്നുള്ളത് ഈ ടാരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. റഷ്യയും ചൈനയും തമ്മിൽ അകറ്റുകയാണ് ഈ ഒരു ഡീലിന് മുൻകൈയെടുത്തുകൊണ്ട് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന ഒരു റിപ്പോർട്ടുണ്ട്. കാരണം ശീതയുദ്ധത്തിന് ശേഷമുള്ള അമേരിക്കയുടെ നിലപാടുകളും നാറ്റോയുടെ വികസനവുമാണ് റഷ്യയെ അമേരിക്കയിൽ നിന്ന് അകറ്റിയത് എന്നും ചൈനയോട് അടുപ്പിച്ചത് എന്നും നമുക്ക് വിലയിരുത്താവുന്നതാണ്. അതിൽ നിന്ന് റഷ്യയെ വലിച്ചു മാറ്റുക, അമേരിക്കയോടും യൂറോപ്പിനോടും അടുപ്പിക്കുക, അതാണ് ട്രംപ് ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് എന്ന പ്രസിഡന്റിന് അത്തരമൊരു നീക്കത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പ്രത്യേകിച്ചും ഇന്ത്യയുമായി അടക്കം ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുക്കുകയും പുടിനും നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടക്കും എന്നൊക്കെ പറയപ്പെടുന്ന ഘട്ടത്തിൽ കൂടിയാണ് പുടിൻ നേരിട്ട്
ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന കൗതുകം കൂടിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് ഈ ഒരു സാഹചര്യം, ഈ ഒരു നീക്കം വളരെ നിർണായകമാണ്.